ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇത് CJP പാർട്ടിയുടെ വിജയം എന്നാണ് അഭിജിത് ദീപ്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ വലിയ ഹീറോയൊന്നുമല്ല, ഞാൻ സ്വാതന്ത്ര്യ സമര സേനാനി പോലെ എന്നെ ആരും കാണണ്ട, ഇത് ആദ്യത്തെ വിക്കറ്റ് വീണു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? യഥാർത്ഥത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നുള്ള കാര്യത്തിന് ഒരു പോസിറ്റീവും ഉണ്ട്, ഒരു നെഗറ്റീവും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ കാര്യത്തിനും രണ്ട് വശങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. യഥാർത്ഥത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ വകുപ്പ്, അതായത് ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇത്രയും കാലമായിട്ടും ഈ പറയുന്ന നീറ്റ് എക്സാം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സ്കാമുകൾ സംഭവിക്കുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് ഈ സ്കാം സംഭവിക്കാതിരിക്കാനുള്ള നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളൊരു സത്യം നമ്മൾ അവിടെ അംഗീകരിക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഈ ചോദ്യപേപ്പർ കൃത്യമായിട്ട് ചോർന്നതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളതും, ആ ചോദ്യപേപ്പർ ചോർന്നത് ഈ വിദ്യാർത്ഥികളൊന്നും അറിയുന്നതിന്, അതായത് വലിയ വാർത്തയാകുന്നതിന് മുമ്പേ തന്നെ ഇത് കണ്ടുപിടിച്ചത് NTA ആണ്. NTA എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ആ ഏജൻസി ഇത് കണ്ടുപിടിക്കുകയും പോലീസിന് റിപ്പോർട്ട് കൈമാറുകയും സർക്കാരിന് റിപ്പോർട്ട് കൈമാറുകയും ആ പരീക്ഷ റദ്ദാക്കുകയും ആ കേസ് CBI അന്വേഷണത്തിന് വിടുകയും അതിലൂടെ ആരൊക്കെയാണോ ഇത് ചേർന്നുകൊണ്ട് ഈ പറയുന്ന നീറ്റ് എക്സാം പരീക്ഷ പേപ്പർ ചോർത്തിയത് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിന് നിയമ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൃത്യമായി പ്രവർത്തിച്ചതാരാണ്? ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പ് തന്നെയാണ് പ്രവർത്തിച്ചത്. അപ്പോ അദ്ദേഹത്തിന് എന്താണ് ഇത് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ ആലോചിക്കണം, കേരളത്തിൽ ഇതേപോലെ തന്നെ PSC എക്സാമുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. PSC എന്ന് പറയുന്ന സ്ഥാപനത്തെ തന്നെ രാഷ്ട്രീയവൽക്കരിച്ച് അതിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും UPSCയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സാമുകളെയൊന്നും അവർ നേരിട്ട് കൈകടത്തിയിട്ടൊന്നുമില്ല. ഇവിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്തത് PSCയെ അവരുടെ ഇഷ്ടക്കാരെ കുത്തിക്കയറ്റി പാവപ്പെട്ട ലക്ഷക്കണക്കിന് സഹോദരി സഹോദരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നതിന് എതിരായിക്കൊണ്ട് അതിൽ അട്ടിമറി നടത്തി PSCയെ നോക്കുകുത്തിയാക്കി. ഇപ്പൊ വന്ന UDF സർക്കാരും PSCയും തമ്മിൽ യുദ്ധമാണ്. കേസ് കൊടുത്തിട്ട്, അതായത് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിട്ട് PSC അവർക്ക് ഫയലുകൾ കൊടുക്കുന്നില്ല. അത്രയും വലിയ ദുരന്തമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഇന്നലെ മണ്ണ് വാരുത്തുന്ന സമരം ഉണ്ടായിരുന്നു ഇവിടെ സെക്രട്ടേറിയറ്റ്. ഇവിടെ ആരും വരുന്നില്ല. ഈ രഞ്ജിനി ഹരിദാസ് ഇല്ല, ടൊവിനോ തോമസ് ഇല്ല, അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ ഇല്ല, ജോജു ജോർജ് ഇല്ല. അങ്ങനത്തെ ഒരാൾക്കും ഇവിടെ വന്ന് പ്രതികരിക്കേണ്ട. കാരണം പ്രതികരിച്ചാൽ വലിയ പ്രശ്നമാണ്, ഇവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമല്ലോ. ഇതൊക്കെ കൃത്യമായ അജണ്ടയും പൊളിറ്റിക്സുമാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത്, ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോ രാജിവെച്ചു. രാജിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പറയുന്നുണ്ടല്ലോ, അതായത് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യം പുലരുന്നില്ല, ഫാസിസമാണ് എന്ന് പറയുന്നുണ്ട്. ഏകാധിപത്യ ഭരണം. ഈ ഫാസിസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇവരുടെ ആവശ്യം, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായി രാജിവെക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. മാത്രമല്ല ഇത് സിസ്റ്റമാണ് മാറേണ്ടത് എന്ന കൃത്യമായിട്ടുള്ള നിലപാട് ഇവർ പറയുന്നുണ്ട്. അതായത് UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള നീറ്റ് എക്സാം അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള എക്സാം പേപ്പറുകൾ ചോർന്നിട്ടുള്ളത്. അന്നൊക്കെ എന്ത് നടപടിയെടുത്തു? അന്നൊക്കെ എന്ത് ചെയ്തു? ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ഇവിടെയുള്ള നീറ്റ് ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട സെന്റേഴ്സുകളുണ്ട്. ഞാൻ സ്ഥാപനങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. നമുക്കറിയാം, എല്ലാ ദിവസവും പരിസരത്ത് കാണുന്ന ഒരു ഡോക്ടർക്ക് പിന്നെ എന്താണ് മേധാവിയായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥാപനത്തിനും അതുപോലെ തന്നെ കോഴിക്കോട് പിന്നെ കൊടുവള്ളിയൊക്കെ കേന്ദ്രമായി പ്രവർത്തിച്ച ഒരു സ്ഥാപനത്തിനെതിരായിക്കൊണ്ട് കേരളത്തിൽ ഒരു ചോദ്യപേപ്പർ കുട്ടിക്ക് കുട്ടികൾക്ക് ചോർത്തി കൊടുത്തും പിന്നെ മാർക്ക് ഉണ്ടാക്കുന്നു എന്ന ആരോപണം വന്നല്ലോ. ഈ സ്ഥാപന മേധാവിക്കെതിരെ അന്വേഷണം വന്നു. പക്ഷെ വേറൊരു പ്രധാനപ്പെട്ട സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഒരു സംവിധായകനൊക്കെയാ, എഴുത്തുകാരനൊക്കെയാണ്. ആ എഴുത്തുകാരനായിട്ടുള്ള അയാൾ ഇന്നലെ പറയുന്നത് കേട്ടു കുട്ടികൾക്കൊപ്പമാണ്. ഇവരെ പോലുള്ള ഈ പറയുന്ന സ്ഥാപനങ്ങളാണ്, അതായത് ഈ പറഞ്ഞ ട്രെയിനിങ് സ്ഥാപനങ്ങളുടെ കൊള്ള ലാഭത്തിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥ കോക്കസ് ലോബികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർ ഇത് ചോർത്തിയത്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ പിന്നെ എന്താണ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ സഹകരണത്തോടു കൂടി ഇത് ചോർത്തുന്നു. ഇത് നേരെ ഹരിയാനയിൽ ഒരു ഡോക്ടർക്ക് കൊടുക്കുന്നു. ആലോചിക്കണം, ഒരു നീറ്റ് എക്സാമിന്റെ പേപ്പർ ചോർത്ത ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർക്ക് നടപടി എടുക്കണം എന്ന് ഇവർ പറയുന്നില്ല. അതിനുശേഷം കൊടുക്കുന്നത് എവിടേക്കാ? ഒരു സ്വകാര്യ സ്ഥാപനത്തിനാ. ആ സ്വകാര്യ സ്ഥാപനത്തിനെതിരെ ഇവർ പറയുന്നില്ല. ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകളോ നേരിട്ട് ചെന്നുകൊണ്ട് എന്തെങ്കിലും നടപടി എടുത്തതല്ല. ഇവിടെ പലപ്പോഴും ആളുകൾക്ക് അറിയില്ല ഇതെന്താ സംഭവിച്ചത് എന്നുള്ളത്. ഇവിടെ ഇത് ചോർന്നു, അപ്പൊ തന്നെ ഇതിനെതിരെ നടപടിയെടുത്തു. ഇതിന്റെ പിന്നിലുള്ളത് ഒരു കൊള്ള സംഘമാണ്. ഇത് കാലങ്ങളായിട്ട് വരുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ സിസ്റ്റത്തിൽ ഒരു ചെറിയ വീഴ്ചയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ കൃത്യമായി സ്ക്രൂട്ടിനി ചെയ്യണം. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇന്റലിജൻസ് നിയന്ത്രണത്തിലായിരിക്കണം, ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലായിരിക്കണം. അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അത് സിസ്റ്റമാണ്. ആ നിയമം പ്രത്യേകമായി പാസ്സാക്കണം. ഒടുവിൽ നരേന്ദ്രമോദി എന്ത് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു ഈ ഇത്തരത്തിലുള്ള ഒരു നിയമം പാസ്സാക്കുകയാണ്. അത് അതെ, ഫാസ്റ്റ് ട്രാക്ക് കോടതി പ്രഖ്യാപിച്ചു. ഇവിടെ തിങ്കളാഴ്ച തന്നെ അതിന്റെ നിയമം വരും എന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് ഇതൊന്നുമല്ല ഇവിടെ ആവശ്യം.
ഇത്തരം നടപടികളെല്ലാം സ്വീകരിച്ചിട്ടും തെറ്റ് ചെയ്തത് ഈ സ്വകാര്യമായിട്ടുള്ള ട്രെയിനിങ് സെന്റേഴ്സ്, അതായത് നീറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് ട്യൂഷൻ സെന്റേഴ്സ് ആണ്. പിന്നെ ഇത്തരത്തിലുള്ള ഈ കേരളത്തിലുള്ള കുട്ടികൾക്ക് പോലും അതിന്റെ ഇത് പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. ഇത് വാങ്ങിയതും ഈ നീറ്റ് എക്സാം ചെയ്യുന്ന കുട്ടികളാണ് പൈസ കൊടുത്തിട്ട്, ആലോചിക്കണം. അപ്പം അത്തരത്തിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ചെയ്തത് എന്നത് മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ ഒരു അക്ഷരം ശബ്ദിക്കാതെ ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നൊന്നും ആലോചിക്കാതെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ സമരം അവിടെ നിൽക്കട്ടെ, അഭിജിത്ത് ദീപ്കയായി ബന്ധപ്പെട്ടും സോനം വാങ്ചുക്കുമായി ബന്ധപ്പെട്ടും നിരവധിയായിട്ടുള്ള ആരോപണങ്ങളുണ്ട്, അത് അവിടെ മാറ്റി നിർത്താം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലൊരു സമരം ഡൽഹിയിൽ നടക്കുമ്പോൾ, ഡൽഹിയിൽ സിസ്റ്റത്തിനെതിരെയുള്ള സമരമാണ്. പലരും പറഞ്ഞു സർക്കാരിനെതിരെ അല്ല, സിസ്റ്റത്തിനെതിരെ സമരമാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിനിടയിൽ കൂടി പ്രതിപക്ഷ കക്ഷികളും എല്ലാവരും കൂടി കയറി എന്ത് പറഞ്ഞു? പ്രതിപക്ഷ കക്ഷികൾക്ക് നാണമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കോൺഗ്രസിനും CPM-നും ഒക്കെ നാണമുണ്ടോ? കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ട് അവിടെ പോയിട്ട് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ജനശ്രദ്ധ ഉണ്ടാകുന്ന രീതിയിലേക്ക് ഒരു സമരത്തിന് പോകാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പ്രതിപക്ഷ നേതാവ് തെക്ക് വടക്ക് നടക്കുകയാണ്. ഒരു കാര്യവുമില്ല, ഒരു ഗുണവും ഇല്ലാത്ത രീതിയിലേക്കാണ് പ്രതിപക്ഷ നേതാവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആരൊക്കെയോ ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒരു യുവജന മുന്നേറ്റത്തിന്റെ പുറകിൽ പോയി നിന്നുകൊണ്ട് ഞങ്ങളും ഉണ്ടേ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇവർ പോകുന്നത്. ഇതൊക്കെ ഇവർക്കറിയാം. എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ തെരുവിളിയാണ്. മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്തരത്തിലൊരു വിഷയം അവിടെ നടക്കുന്ന സമയത്ത് ഒരു വിഷയത്തിന്റെ പുറത്ത് ആ സിസ്റ്റം മാറ്റണം, നിങ്ങൾ അതിന് പിന്നെ എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റൂ എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന ഒരാളുടെ ഇടയിലേക്ക് കയറിയിട്ട് പറയാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കി, കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനം നശിപ്പിച്ചു. അത് പാടില്ലായിരുന്നു. ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഇനി അതിനുശേഷം കേരളത്തിൽ നിന്നുള്ള കേരളത്തെ പറയിപ്പിക്കാനായിട്ട് പോയിട്ടുള്ള ഒരു മഹാനുണ്ട് വയനാട്ടിലുള്ള മഹാൻ പോയിട്ട് പറഞ്ഞത് ഇത് ലോകാവസാനത്തിന്റെ തുടക്കമാണ്. മറ്റേ ഖുറാനിൽ പറയുന്നുണ്ട് ഇത് മുസ്ലിങ്ങളുടെ ഐക്യത്തിന്റെ തുടക്കമാണ്, ഇനി നരേന്ദ്രമോദി തെറിച്ചു പോകും എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല, അവിടെ പോയിട്ട് ഉള്ള ട്രാൻസ്ജെൻഡേഴ്സ് തീർത്ത് അവിടെ ഉണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് പോവരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അവരോട് ചോദിച്ചപ്പോ ജാൻമണി ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്താ പറഞ്ഞതെന്നറിയോ? ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ട്രാൻസ്ജെൻഡേഴ്സിനെ കൃത്യമായി അനലൈസ് ചെയ്യാൻ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം, ഒരു മെഡിക്കൽ ബോർഡ് വേണം. അല്ലാതെ എല്ലാവർക്കും അങ്ങ് ട്രാൻസ്ജെൻഡർ നമ്മൾ നടക്കാൻ പറ്റില്ല. സർജറി അറിയണം. അത് പറഞ്ഞു, ആ ഒരു നിയമം പാസ്സാക്കി. അപ്പൊ അത് ഇവർക്ക് പറ്റില്ല. അതാണ് ഞാൻ ഇതിന് വന്നത് എന്നാണ് പറഞ്ഞത്. ഈ ഞാൻ പറയുന്നത് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദി ഗവൺമെന്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഡൽഹിയിൽ പോയിട്ട് ഹൈഡ്രജൻ ട്രെയിനും തീർത്ത് ഇവർ കല്ലെറിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും ഇവർ തല്ലിപ്പൊട്ടിച്ചു. എത്രയോ ദിവസം സമാധാനപൂർണമായി ജോലി ചെയ്തിരുന്ന ഡൽഹി പോലീസ്, ആ ഡൽഹി പോലീസിനെ ഇവർ ആക്രമിച്ചു. 140 പോലീസുകാർ വെറുതെയാണോ പിന്നെ എവിടെയായത്, ആശുപത്രിയിലായത്? ഇനി ആകപ്പെട്ടെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകരെ കഴുത്തിന് കുത്തിപ്പിടിച്ചല്ലേ ഇവർ കൊണ്ടുപോയത്. പറയുമ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കര ബഹുമാനം കൊടുക്കുന്ന പാർട്ടിയാണെന്നൊക്കെ പറയുന്നതാണ്. അതില്ല, അത് എത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവർ ശബ്ദിക്കുന്നില്ല. ഈ ലാത്തി ചാർജ് ഒക്കെ നടക്കുമ്പോൾ അഭിജിത്ത് ദീപ്കെ എവിടെയായിരുന്നു? അഭിജിത്ത് ദീപ്കെ ഇതുവരെ ലാത്തി ചാർജ് കൊണ്ടിട്ടില്ല. സോനം വാങ്ചുക്ക് ഈ പറയുന്ന പോലെ നിരാഹാരം നടന്ന് ഈ നിരാഹാരം കിടന്നതിന് ശേഷം അദ്ദേഹം ആ നിരാഹാരം നിർത്തിയതിനു ശേഷം പറഞ്ഞത് നിങ്ങൾ ഇത് പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് പിൻവലിക്കണം, സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സോനം വാങ്ചുക്കിനെതിരെ പറഞ്ഞു നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല, നിങ്ങളോട് ആര് പറഞ്ഞു ഇത്? ഇപ്പോഴും അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് പറഞ്ഞപ്പോഴും ഇവിടെ പല ആളുകളും പറയുന്നത് എന്താ, ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് കുറെ അധികം ആളുകൾ ഈ സമരത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ് പാർലമെന്റ് മന്ദിരം വെടിവെച്ച് തകർക്കണം, നരേന്ദ്രമോദിയെ കൊന്നുകളയണം, നരേന്ദ്രമോദിയുടെ അതെ നരേന്ദ്രമോദിയുടെ അമ്മയെ ബലാത്സംഗം ചെയ്യും, പീഡിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഒരു സ്ത്രീ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു തൂക്ക് കിട്ടിയാൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലും എന്നൊക്കെയാണ് പറഞ്ഞത്. എവിടെയാണ് ഇവരുടെയൊക്കെ രാഷ്ട്രബോധമുള്ളത്? എന്നിട്ട് ഇവരൊക്കെ കുറെ ബാനർ വരുത്തി പിടിക്കുന്നുണ്ട്. തീവ്രവാദി നിന്റെ തന്ത, രാജ്യദ്രോഹി നിന്റെ തന്തമാരി എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഇത് പിടിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് ഖുറാനിൽ പറയുന്നത് പോലെ ലോകാവസാനത്തിന് തുടക്കമാണ് എന്ന് പറയുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ജനങ്ങളെ ഇഞ്ചിഞ്ചായി ഭീകരവാദികൾ കൊന്നുകൊണ്ടിരുന്ന കാശ്മീരിനെ തിരിച്ചു പിടിക്കുന്നത്, അത് തിരിച്ച് പാകിസ്ഥാന് കൊടുക്കണമെന്ന് പറയുന്നത്, ഇതുപോലെ രാജ്യവിരുദ്ധമായ പല പ്രസ്താവനകളും ഇറക്കുന്നത്, ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യയുടെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റിനെ വെടിവെച്ചിടണമെന്ന് അല്ലെങ്കിൽ പൊട്ടിക്കണമെന്ന്, ഡൽഹിയിൽ പോയിട്ട് ഡൽഹി പോലീസിനെ മുഴുവൻ തീർത്തു കളയണമെന്ന് പറയുന്നത്, അതിന് പോയിട്ട് ലൈക്ക് അടിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് തീവ്രവാദ പ്രവർത്തനം. ഇവന്മാർക്ക് ഇതൊന്നും തീവ്രവാദ പ്രവർത്തനമായിട്ട് തോന്നുന്നില്ല എങ്കിൽ അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ CPM-ന്റെ ഒക്കെ ജീനിലുള്ളതാണിത്. ഇത് സുഡാപ്പി ലൈൻ, അതായത് പറയുകയാണെങ്കിൽ എന്താണ്,
കൃത്യമായ സുഡാപ്പി ലൈനുമായി ബന്ധപ്പെട്ടാണ് ഇവരൊക്കെ സമരത്തിന് പോകുന്നത്. ഈ കേരളത്തിലെ PSCയുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ PSC ഒരു സർക്കാർ തന്നെ തകർത്ത് അവരുടെ ആളുകളെ തിരികെ കയറ്റി ഇത്രയും നാണം കെട്ട ഒരു കാര്യം കേരളത്തിന്റെ ചരിത്രത്തിലോ ഇന്ത്യയുടെ ചരിത്രത്തിലോ ഉണ്ടായിട്ടില്ല. എത്ര പരീക്ഷകളാണ് റദ്ദാക്കപ്പെട്ടത്, എത്ര എക്സാമുകളാണ് ഇവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്, എത്ര ആളുകളെയാണ് ഇവർ തള്ളി പിന്നെ എന്താണ് അനധികൃതമായി കയറ്റിയത്. ബന്ധു നിയമനം ശിവരഞ്ജിത്തിനെയും അങ്ങനെയൊക്കെ ഈ PSCയിൽ തെറ്റ് നടക്കും നമ്മൾ വിചാരിച്ചോ? ഇല്ല. പക്ഷെ PSCയിൽ എന്താണ് തട്ടിപ്പുകളുടെ കുമ്പാരമാട് എന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. ഈ A. റഹീമോ, ഈ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് PS സഞ്ജീവോ, ഈ SFIയുടെ പിന്നെ എന്താണ് ശിവപ്രസാദോ, അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഇതിനെ സമരം ചെയ്തോ? ഇവരെവിടെ പോയിരുന്നു? ഇന്നലെ സെക്രട്ടേറിയറ്റ് മുമ്പുള്ള സമരത്തിൽ എന്താ പങ്കെടുക്കാഞ്ഞത്? കാരണം രണ്ടുപേർക്കും ഇതുണ്ട്. അത് ഇവർ നേരെ അവിടെയാണ് പോകുന്നത്. മുഖ്യമന്ത്രി അവിടെ പോയതല്ലേ? അതെ, ആസാദി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആസാദി 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 എന്ന് നായിക്ക് 40 വട്ടം വിളിച്ചു കഴിഞ്ഞാൽ ഇതെന്തോ സംഭവിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു സമരം നടത്തുന്നതിനോ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നതിനോ യാതൊരു പ്രശ്നവും ഇന്ത്യ രാജ്യത്തില്ല. സമരങ്ങളിലൂടെയാണ് ഇന്ത്യ ഉണ്ടായി വന്നത്. കാര്യം ജന്തർ മന്ദർ പോലുള്ള ഒരു സ്ഥലത്ത്, അതും കഴിഞ്ഞ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോയി സമരം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അത് ഹൈലി സെക്യൂരിറ്റി മേഖലയാണ്. അവിടെ ഒരു അനുവാദവും ഇല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് കുറെ ആളുകളെ വിളിച്ചു കൊണ്ടുപോയി അവിടെ പെട്ടെന്ന് ഇറക്കുന്നു, അവിടെ സമരം നടത്തുന്നു. ഇതൊക്കെ എന്ത് മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ വീടിന്റെ മുമ്പിൽ ക്ലിഫ് ഹൗസ് മാർച്ച് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കൃത്യമായി പറയും ക്ലിഫ് ഹൗസ് മാർച്ച് ഉണ്ട് പറയും, അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കും. പോലീസ് അത് ചിലപ്പോൾ അനുമതി കൊടുക്കില്ല, ചിലപ്പോൾ തടയും, അനുമതി കൊടുത്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ ഒരു തരത്തിലും ഒരു അന്വേഷണ ഏജൻസികളെയും ഒരു ക്രമസമാധാന പരിപാലനത്തിനുള്ള ഒരു ഏജൻസികളെയും അറിയിക്കാതെ 2 ബസ് ആളുകളെ കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധി അവിടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിർത്തിയിട്ട് വലിയ തോതിൽ പ്രൊട്ടസ്റ്റ് നടത്തുകയാണ്. ഇതൊക്കെ ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന കാര്യമാണോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പരിഹാസം തോന്നുന്നത്. ഞാൻ മനസ്സിലായില്ലേ? പിന്നെ ഈ പറയുന്ന അഭിജിത് ദീപ്കെ ആരാണ്? അഭിജിത് ദീപ്കെ എന്ന് പറയുന്നത് ഇവിടത്തെ ഈ നമ്മുടെ നമ്മുടെ ഒരു കട്ടെ എന്താ പേര് AP കട്ടെ അഭിജിത് ദീപ്കെ എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ സെൽ കൺവീനർ ആണ്. അതായത് ഈ ഇലക്ഷൻ സെൽ കൺവീനറായി പ്രവർത്തിച്ചിരുന്ന അഭിജിത് ദീപ്കെതിരെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സമയത്ത് പാകിസ്ഥാൻ പ്രൊപ്പഗണ്ട അദ്ദേഹം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബീഹാറിൽ അദ്ദേഹത്തിനെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസ് കോടതിയിലാണ് ഉള്ളത്. അതിനുശേഷം ഈ AAP പൊട്ടിത്താറുന്നതിന് ശേഷമാണ് അഭിജിത് ദീപ്കെ പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകുന്നത്. അഭിജിത് ദീപ്കെ അമേരിക്കയ്ക്ക് പോയി അവിടെ നിന്ന് ഒരു കൃത്യമായ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നു. ആ മൂവ്മെന്റിന് ഇതൊന്നും നിസ്സാരമാണ് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ഇവരുടെ 4ഓളം ഇവരുടെ വെബ്സൈറ്റിൽ 4 യോഗ്യതകൾ പറയുന്നുണ്ട്. അതായത് ഈ ഇതിൽ പോകാൻ വേണ്ടിയിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊരു മടിയനായിരിക്കണം, ഒരു കുഴിമടിയനായിരിക്കണം, നിങ്ങൾ 24 മണിക്കൂറും ഫോണിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. ഇതൊക്കെയാണ് ഇവരുടെ കാര്യം. ഇപ്പോഴത്തെ തലമുറയെ അവർ വളരെ കൃത്യമായി എന്ത് ചെയ്തു മോട്ടിവേറ്റ് അല്ലെങ്കിൽ ആ തലമുറയെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള തന്ത്രമായിരുന്നു അതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മടിയന്മാരായ തലമുറയെ നിങ്ങൾ എന്ത് ചെയ്യാതെ ഈ ഇന്റർനെറ്റിലൂടെ ഇരുന്ന് പ്രതികരിക്കൂ എന്നാണ് പറയുന്നത്. അതുവരെ ഒരു കാര്യവുമില്ലാതെ അതുവരെ ഈ രാജ്യത്തിന് വേണ്ടി ഒരു തരത്തിലും ഒരു സംഭവം ചെയ്യാത്ത കുറെ അധികം ആളുകൾ. ഇനിയിപ്പോ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് കുറെ അധികം ആളുകൾക്ക് ബുദ്ധിമുട്ട് വന്നു. ഞാൻ പറയുന്നത് ഇനിയിപ്പോ എന്താണ് ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത്രയും കുട്ടികൾക്ക് ഇത്രയും മാനസിക സംഘർഷങ്ങൾ വരുന്നതെന്ന് അറിയോ? നീറ്റ് എക്സാം ട്രെയിനിങ് സെന്ററുകൾ ഇവരെ ഇരുത്തി പഠിപ്പിച്ച് ഇവരോട് പൈസ വാങ്ങുന്നതിന്റെ ഇതിൽ പഠിപ്പിച്ച് അങ്ങേ അറ്റമാണ് ഇവർക്ക് ഇത് കൊടുക്കുന്നത്. മാനസികമായിട്ടുള്ള പ്രഷർ കൊടുക്കുന്നത്. ഈ പ്രഷർ താങ്ങാൻ പറ്റാതെയാണ് ഇവർ പോയിട്ട് എക്സാം എഴുതുന്നത്. അത് കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇത് റദ്ദാക്കപ്പെട്ടു എന്ന് അറിയുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്ന ഡോക്ടേഴ്സ് മാൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടേഴ്സ് ആയിരിക്കണോ എന്നുള്ളതാണ് ചോദ്യം. ഒരു എക്സാമിൽ കൃത്യമായി ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ, ഒരു തട്ടിപ്പ് സംഘം അതിന് പുറകിലുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, ഇത്തരം ട്രെയിനിങ് സെന്ററുകൾ, അതായത് ഈ നീറ്റ് എക്സാമും അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററുകളും ഇത്തരമുള്ള വലിയൊരു കോക്കസ് ഇതിന്റെ പുറകിലുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ആ എക്സാം റദ്ദാക്കപ്പെടുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. അപ്പൊ അങ്ങനെ റദ്ദാക്കുമ്പോ ഈ പറയുന്ന സ്ഥാപനങ്ങൾ, ഈ കോക്കസിലുള്ള സ്ഥാപനങ്ങളുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ഥാപനങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുന്ന ഈ മാനസികമായ പിരിമുറുക്കം ചില്ലറയല്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം അടുത്ത നടപടി കൊടുക്കുന്നത്. ഇനി മുതൽ ഈ പറയുന്ന ഈ സ്ഥാപനങ്ങൾക്കൊന്നും അത്ര എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല.
ഇവർ വിദ്യാർത്ഥികളെ അങ്ങേയറ്റം ഹരാസ് ചെയ്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ മേലെയുള്ള കുറെ ആൾക്കാർ വന്നിട്ട് തങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ചേർന്നുകൊണ്ടാണ്, അതായത് അവരെന്നല്ല അവരുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അതേ മേഖലയിലുള്ള സ്ഥാപനങ്ങളാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നത്. അവരെ പറ്റി ഒരു അക്ഷരം ശബ്ദിക്കില്ല, അവരെ പറ്റി ഒന്നും സംസാരിക്കില്ല. ഇതാണ് ഇവിടത്തെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഒരു രാഷ്ട്രീയ കളി എന്ന് പറയുന്നത്. 20 to 30 ആ ഒരു സംഖ്യക്കിടയിലുള്ള വിദ്യാർത്ഥികൾ ജീവൻ ഒടുക്കി. അവരുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് അവർ ജീവൻ ഒടുക്കിയത്. അവർക്ക് കൃത്യമായിട്ട് ഒരു സൈക്കോളജിക്കൽ പരിരക്ഷ ഉറപ്പാക്കാനൊക്കെ അവരുടെ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിനോ ഒന്നും കഴിഞ്ഞില്ല. അത് നമ്മുടെ എല്ലാവരുടെയും പരാജയമാണ്. ഈ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിന്റെ പരാജയമാണ്, അതും കൂടിയാണ് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇവരെ പോലുള്ള ഈ അക്കാദമിക് അതായത് അക്കാദമികമായിട്ട് ആളുകളെ പിടിക്കുന്ന കുട്ടികളെ, നിങ്ങൾക്കിതാ നീറ്റ് ഞങ്ങൾ അങ്ങ് പാസ്സാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കുന്ന ആൾക്കാർ, എന്നിട്ട് ചോദ്യപേപ്പർ ചോർത്തിയിട്ട് ഇവർ തന്നെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ പറയുന്നത് കേരളത്തിലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ മുതലാളി, ആ സ്ഥാപനത്തിന്റെ മുതലാളിയെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. അയാൾക്കെതിരെയുള്ള കേസ് എന്തായി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ശിവൻകുട്ടി മന്ത്രിയുടെ സമയത്താണ്, LDF സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. എന്തായി ആ കേസ്? അത് ക്രൈംബ്രാഞ്ചിനെയൊക്കെ ഏൽപ്പിച്ചതായിരുന്നു. ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ കൃത്യമായ ആൾക്കാരുണ്ട്. അന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥാപനത്തിനെതിരെയും ആരോപണം വന്നു. ആ സ്ഥാപനത്തിനെതിരെ എന്തേ അന്വേഷണം പോയില്ല? അതെന്താ വെച്ചാൽ നരേന്ദ്രമോദിക്കെതിരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ഒന്നും തെറ്റല്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ത് തന്നെയായാലും ഈ സമരം, ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ചുകൂടി വിജിലന്റായി പ്രവർത്തിക്കണം എന്നുള്ളത് സർക്കാരിന് ബോധ്യപ്പെട്ട ഒരു പ്രൊട്ടസ്റ്റാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നുള്ളതും കൂടെ സർക്കാരിന് ക്രിയാത്മകമായി തിരുത്തുവരാനുള്ള ഒരു അവസരമാണ്. പക്ഷേ ഇതിനിടയിൽ കൂടി കയറി കളിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളെ, ആ തക്ബീർ വിളിക്കുന്ന ആളുകളെ, ഈ പറയുന്ന കശ്മീരിന്റെ പദവി തിരിച്ചെടുക്കണമെന്ന് പറയുന്ന ആളുകളെ, പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുകളെ, പാർലമെന്റ് മന്ദിരം വെടിവെച്ചിടണമെന്ന് പറയുന്ന ആളുകളെ, അതുപോലെ തന്നെ ട്രെയിനിന് കല്ലെറിയുന്ന ആളുകളെ, ഒരു മാധ്യമപ്രവർത്തകയെ, ഒരു സ്ത്രീ മാധ്യമപ്രവർത്തകയെ വലിച്ചഴച്ചു കൊണ്ടുപോയി ആക്രമിച്ച ആളുകളെ, തുടർച്ചയായി ഡൽഹി പോലീസിലുള്ള ആൾക്കാരെ ആക്രമിച്ച ആളുകളെ, ടൊവിനോ തോമസിന്റെ ഒക്കെ പോസ്റ്റ് ഉണ്ട്. അവർ വളരെ സമാധാനപരമായിട്ട് സമരം ചെയ്യുന്നതിനിടയ്ക്ക് എന്തിനാണ് നിങ്ങൾ തല്ലിച്ചതച്ചത്? സമാധാനപരമായിട്ടൊന്നുമല്ല. ടൊവിനോ ഇടയ്ക്ക് വാർത്ത കാണണം. ഈ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് പ്രതികരിക്കേണ്ട ആളല്ലല്ലോ ടൊവിനോ. ഈ ഡൽഹി പോലീസിന് നേരെ ഏറ് വന്ന് ഇവിടുത്തെ മലയാള മാധ്യമ പ്രവർത്തകരൊക്കെ നിൽക്കുമ്പോൾ അവർക്കും കിട്ടി ഏറ്. എന്നിട്ട് അവർ തിരിച്ച് റിപ്പോർട്ട് ചെയ്തു. അതാണ് ആലോചിക്കണം അവരുടെ ഗതികേട്. അങ്ങനെയുണ്ടല്ലോ, ഇവർക്കൊക്കെ ഏറ് കിട്ടിയിട്ട് അവർ തിരിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് പോയി. അങ്ങനെ ഏറ് കൊണ്ട് രക്ഷയില്ലാത്ത സമയത്താണ് ഈ ഡൽഹി പോലീസ് കയറിയിട്ട് ഇവരെ മാർച്ച് ചെയ്തത്. ആ വാർത്തയെ നമ്മൾ നോക്കിയാൽ കാണാം, പെപ്പർ സ്പ്രേ ഉപയോഗിച്ചിട്ട് ആദ്യമേ ആക്രമണം നടത്തുന്ന യുവാക്കളാണ്, അതായത് ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന. പക്ഷെ ഇവിടെ റിപ്പോർട്ട് ചെയ്തതിന് ഈ പോലീസുകാർ ആദ്യം ആക്രമിച്ചു എന്ന് പറഞ്ഞു. എന്താണ് ഇത് കൃത്യമായി ഫേസ് ആപ്പ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹി പോലീസിലെ കുറ്റവാളികളെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊന്നും തീരുന്ന കാര്യമല്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയും ഇപ്പൊ ഈ രഞ്ജിനി ഹരിദാസും അതുപോലെ തന്നെ ഇവിടെയുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊന്നും എന്താ കേരളത്തിലെ PSCക്കെതിരെ ഒരു അക്ഷരം ശബ്ദിക്കാത്തത്? നാളെ ഈ നീറ്റ് കഴിഞ്ഞല്ലോ, നാളെ രഞ്ജിനി ഹരിദാസും ഈ പറയുന്ന ആളുകൾ എല്ലാവരും കൂടെ, ഈ ആൾക്കാരെല്ലാം കൂടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയിരുന്നിട്ടും AKG സെന്ററിന്റെ മുമ്പിൽ പോയിരുന്നിട്ടും PSCയെ തകർത്ത, PSC എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കിയ 2 ആളുകൾക്കുമെതിരെ, പ്രത്യേകിച്ച് CPM ഭരണകാലത്താണ് നടന്നത്, അവർക്കെതിരെ ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ പ്രതിഷേധം നടത്തട്ടെ. എന്താ നടത്തുമോ ഇവര് വന്നിട്ട് ഇതിന് സപ്പോർട്ട് പറയോ? ഈ മഹാരാജാസ് കോളേജിലും മറ്റു കോളേജുകളും ഐക്യദാർഢ്യം സംഘടിപ്പിക്കുമോ? അവിടെ പോയിട്ടുള്ള എത്രയോ ആളുകൾ അതാ ഞാൻ പറഞ്ഞത്, വേടൻ ആസാദി പാട്ട് ഉണ്ടാകുമോ? വേടൻ ഉദ്ഘാടനം ചെയ്യൂ ഇത്. അപ്പൊ ചിലയിടങ്ങളിൽ മാത്രമാണ് ഇവരുടെ ഈ കാര്യം എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് നേരിട്ട് ചെയ്യാത്തൊരു കാര്യമായിട്ട് കൂടി ഗവൺമെന്റ് മന്ത്രി രാജിവെക്കേണ്ടി വന്നു. ഇവിടെ ഒരു സർക്കാർ തന്നെ അവരുടെ ആളുകളെ തിരികെ കയറ്റിയ ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് അങ്ങനെയുള്ള സമയത്ത് ആ പാർട്ടിക്ക് ഇവിടെ നിൽക്കാൻ യോഗ്യതയുണ്ടോ? പിന്നെ അങ്ങനെയുണ്ടല്ലോ, ആ പാർട്ടിയുടെ MP ആണ് ഡൽഹി പോയിട്ട് റഹീം, അതുപോലെ തന്നെ ജോൺ ബുട്ടാസ് ഒക്കെ പോയിട്ടാണ് ഘോരഘോരം പ്രസംഗിക്കുന്നത്. നാണമുണ്ടോ? നാണം എന്ന് പറയുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ചോദിക്കാൻ ഇവരുടെ അടിമകളായുള്ള സഖാക്കൾക്ക് ധൈര്യമില്ല. ഇവിടെ എന്താ സഖാവേ നടക്കുന്നത്? നിങ്ങൾ അവിടെ പോകുന്നുണ്ടല്ലോ, അത് ചോദിക്കാനുള്ള ധൈര്യം. അങ്ങനെ ചോദിക്കാൻ ആരുമില്ല. ചോദിക്കുന്നവരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും
ഇനിയും ക്രിയാത്മകമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനാണ് ഇവർക്ക് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെങ്കിൽ കൃത്യമായ നടപടികൾ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ പ്രധാനമന്ത്രിയെ കൊല്ലണമെന്നൊക്കെ ഉൾപ്പെടെയുള്ള കമന്റുകൾ പറഞ്ഞ ആളുകൾക്ക് ഇതിന്റെ കൃത്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അത് BJPയുടെ സെൽ ഏറ്റെടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്, വ്യാപകമായി കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങനെയൊന്നും തീരുന്നൊരു വിഷയമല്ല.